എല്ലാവർക്കും വിചാർക്രാന്തി ദർശനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിവാഹത്തെക്കുറിച്ചാണ്. പക്ഷെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെയല്ല. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ കാഴ്ചപ്പാടിൽ വിവാഹം വെറുമൊരു സാമൂഹിക ചടങ്ങല്ല, മറിച്ച് രണ്ടാത്മാക്കൾ ഒന്നായി ചേരുന്ന വളരെ ആഴത്തിലുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോ എന്താണ് അതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്? നമുക്കൊന്നിച്ചു നോക്കാം. രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നായി ലയിക്കുന്ന ഒരു രാസപ്രക്രിയ. ഇതൊരു സാധാരണ നിർവചനമല്ല, അല്ലേ? നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് വിവാഹം ഒരു സാമൂഹിക ഉടമ്പടിയാണ്, ഒരു ക്രമീകരണമാണ് എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് അതൊരു കെമിക്കൽ പ്രോസസ്സാണെന്നാണ്. അപ്പോ ഈ രാസപ്രക്രിയ എന്നതുകൊണ്ട് ആചാര്യജി യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കതിലേക്ക് കുറച്ചും കൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ ആദ്യത്തെ വിഷയം ഇതാണ്: ഒരു ആത്മീയ രസതന്ത്രം. ദാമ്പത്യത്തെ കേവലം ഒരു ബന്ധമായിട്ട് മാത്രം കാണാതെ രണ്ടാത്മാക്കൾ ഒന്നായി ചേരുന്ന, ഒരു പുതിയ അസ്തിത്വമായി മാറുന്ന ഒരു ആഴത്തിലുള്ള പരിവർത്തനമായിട്ട് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? നമുക്ക് നോക്കാം. ഇതൊരു വെറും നിയമപരമായ കരാറോ സാമൂഹികമായ ഒരു അറേഞ്ച്മെന്റോ മാത്രമല്ല, അതിനും ഒരുപാട് അപ്പുറത്താണ് ഇതിന്റെ സ്ഥാനം. അതായത് രണ്ടുപേർ അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ തന്നെ അതിലും വലുതായ ഒന്നിന്റെ ഭാഗമായി മാറുന്ന ഒരു പ്രക്രിയയാണിത്. അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും, എന്തിന് അവരുടെ ആത്മീയ പാത പോലും ഒന്നായിത്തീരുന്ന ഒരു സമ്പൂർണമായ രൂപാന്തരം. ശരി, അപ്പോ ഈയൊരു ആത്മീയ കൂടിച്ചേരൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും കാണാൻ കഴിയുക? അതിനെ വളരെ മനോഹരമായി വിശദീകരിക്കുന്ന ഒരു ആശയമുണ്ട്: ഏകപ്രാണൻ രണ്ട് ശരീരം. യഥാർത്ഥ ഐക്യത്തിലേക്കുള്ള ആ യാത്രയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് മനസ്സിൽ സങ്കൽപ്പിച്ചു നോക്കൂ. രണ്ട് നദികൾ. അവ വേറെ വേറെ വഴികളിലൂടെ ഒഴുകിവരുന്നു, പക്ഷെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അവ ഒന്നായി ചേരുന്നു. പിന്നീടതൊരു പുതിയ, കൂടുതൽ ശക്തമായ ഒരൊറ്റ നദിയാണ്. അതുപോലെയാണ് ദാമ്പത്യത്തിലെ ഐക്യവും. രണ്ട് വ്യക്തികൾ ചേർന്ന് അവരെക്കാൾ വലിയ പുതിയൊരു ശക്തിയായി മാറുന്നു. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല, അല്ലേ? ഓരോ ദിവസവും പരസ്പരം വെള്ളവും വളവും നൽകി സ്നേഹത്തോടെ പരിപോഷിപ്പിച്ച് വർഷങ്ങൾ കൊണ്ട് വളർത്തിയെടുക്കുന്ന ഒരു വലിയ മരം പോലെയാണ് ആ ബന്ധം. കാലം കഴിയുന്തോറും അത് കൂടുതൽ ആഴത്തിൽ വേരൂന്നുകയും ശാരീരികമായ വ്യത്യാസങ്ങൾക്കപ്പുറം രണ്ട് ഹൃദയങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നായി മാറുകയും ചെയ്യും. ശരി, രണ്ടുപേർ ഒന്നാകുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷെ ആ ബന്ധത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം? അവിടെയാണ് തുല്യതയുടെയും സൗഹൃദത്തിന്റെയും പ്രാധാന്യം വരുന്നത്. ആചാര്യജി പറയുന്നത് ദമ്പതികൾ യജമാനനും അടിമയുമല്ല, മറിച്ച് തുല്യരായ പങ്കാളികളാകണമെന്നാണ്. ഈ രണ്ട് മോഡലുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിക്കേ. ഒന്ന് അധികാരത്തിലും നിയന്ത്രണത്തിലും അധിഷ്ഠിതമാണ്. ഞാൻ പറയുന്നു, നീ അനുസരിക്കുന്നു എന്ന മനോഭാവം. എന്നാൽ മറ്റൊന്ന് സൗഹൃദത്തിലും പരസ്പരം താങ്ങും തണലുമാകുന്നതിലും കെട്ടിപ്പടുത്തതാണ്. ആചാര്യജി മുന്നോട്ട് വയ്ക്കുന്നത് ഈ രണ്ടാമത്തെ മാതൃകയാണ്. അതായത് ദമ്പതികൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളും തുല്യ പങ്കാളികളുമായിരിക്കണം. ഇവിടെയാണ് പരസ്പരം വിലമതിക്കുന്നതിന്റെ പ്രാധാന്യം വരുന്നത്. ഈ ഉദ്ധരണി പറയുന്നത് പോലെ ഒരു വീടിനെ സ്വർഗമാക്കി മാറ്റുന്നതിൽ സ്ത്രീയുടെ സ്നേഹത്തിനും സമർപ്പണത്തിലും ഒരു വലിയ പങ്കുണ്ട്. അവരുടെ സംഭാവനകളെ ബഹുമാനിക്കുക, അതേസമയം പുരുഷൻ നൽകുന്ന പിന്തുണയെ വിലമതിക്കുക, അങ്ങനെ പരസ്പരം അംഗീകരിക്കുമ്പോഴാണ് ആ ബന്ധം ശരിക്കും ശക്തമാകുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് വലിയ ആശയങ്ങളെക്കുറിച്ചാണ്, അല്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളിലേക്ക് വരാം. സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന 10 പ്രായോഗിക സൂത്രവാക്യങ്ങൾ. നോക്കൂ, ഈ പറയുന്നതൊന്നും വലിയ കാര്യങ്ങളല്ല. ദേഷ്യത്തിലൊരു വാക്ക് പറയാതിരിക്കുന്നത്, അടുക്കളയിലൊന്ന് സഹായിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അബദ്ധത്തിൽ പറ്റിയൊരു ചെറിയ തെറ്റ് ഒരു ചിരിയോടെ ക്ഷമിക്കുന്നത്. ഇത്തരം വളരെ ലളിതമായ കാര്യങ്ങൾക്ക് ഒരു ബന്ധത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ കഴിയും. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കാം. പരസ്പരം അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കുക. ജീവിതത്തിൽ ഏതു പ്രതിസന്ധി വന്നാലും എന്റെ പങ്കാളി എനിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കും എന്നൊരു ബോധ്യം. അതിനേക്കാൾ വലിയൊരു ശക്തി വേറെയുണ്ടോ? അങ്ങനെ ഒരു ശക്തി സ്രോതസ്സായി നമ്മൾ പരസ്പരം മാറണം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: വിശ്വാസം. വിശ്വാസം എന്ന മണ്ണിലെ ആത്മീയ ദാമ്പത്യം എന്ന ചെടിക്ക് വളരാൻ കഴിയൂ. വിശ്വാസമില്ലെങ്കിൽ സ്നേഹത്തിന് അവിടെ വേരുകളുണ്ടാവില്ല. അതെപ്പോഴും ഓർമ്മിക്കുക. ശരി, എന്തിനാണ് നമ്മൾ ഇത്രയും ആഴത്തിലുള്ളൊരു ബന്ധമുണ്ടാക്കിയെടുക്കുന്നത്? വെറും രണ്ടുപേരുടെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണോ? അല്ല, അതിനൊരു വലിയ ലക്ഷ്യമുണ്ട്. ആത്യന്തികമായി ഒരു ഉത്തമ തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് അതിന്റെ പരമമായ ലക്ഷ്യം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അത് അവരുടെ കുട്ടികളുടെ സ്വഭാവത്തെയും ഭാവിയെയും നേരിട്ട് സ്വാധീനിക്കും. ഒരു നല്ല ദാമ്പത്യം, ഒരു നല്ല തലമുറയാണ് ശരിക്കും വാർത്തെടുക്കുന്നത്. ആഴത്തിലുള്ള ആത്മബന്ധമാണ് അതിന്റെ രഹസ്യം. അപ്പോൾ ഇതിന്റെ എല്ലാം അവസാനം നമ്മൾ എങ്ങോട്ടാണ് എത്തുന്നത്? ലക്ഷ്യമെന്താണ്? കേവലം രണ്ടുപേരുടെ സന്തോഷത്തിനപ്പുറം സംസ്കാരവും ഐക്യവും സന്തോഷവുമുള്ള ഒരു കുടുംബം സൃഷ്ടിക്കുക. കാരണം അത്തരം കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ഒരു നല്ല സമൂഹമുണ്ടാകുന്നത്. അപ്പോ ഈ അറിവുകളുമായി നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം. ഈ പറഞ്ഞ തത്വങ്ങൾക്ക് എന്റെ ബന്ധത്തെ, എന്റെ പങ്കാളിത്തത്തെ എങ്ങനെ കൂടുതൽ ആഴമുള്ള ഒരു ആത്മീയ ഐക്യമാക്കി മാറ്റാൻ സാധിക്കും? ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമായേക്കാം. ചിന്തിക്കുക, സ്നേഹത്തോടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരട്ടെ. നന്ദി.